ഹായ് ഗായ്സ്. അഭിഷേകിന്റെ ഈ മാരക എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അവൻ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് ആ ഫുഡ് കഴിക്കുന്നത്. അതെ ഗൈസ്, ഞാനും അക്ഷയും അഭിഷേകും ആദർശം ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് ഹോട്ടൽ ദേവൂലാണ്. സത്യം പറഞ്ഞാലോ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ടാണ് ഈ ഹോട്ടലിലേക്ക് വന്നത്. അഭിഷേക് നിർബന്ധിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ 3 പേര് ഓൾറെഡി ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടില്ല, അഭിഷേക് മാത്രമേ വന്നിട്ടുള്ളൂ. ഹോട്ടലിൽ ഇതുവരെ വരാത്തത് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചു പോയി. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രീതിയിലുള്ള ടേസ്റ്റാണ്, നല്ല നാടൻ ഫുഡാണ്, കറികളൊക്കെ അടിപൊളി ടേസ്റ്റാണ്. സൈഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ 6-7ഓളം സൈഡ് ഐറ്റംസ്, പപ്പടമൊക്കെ 6-7 സൈഡ് ഐറ്റംസ് വരുന്നുണ്ട്. പോരാതെ തന്നെ ഇവിടുത്തെ ചേട്ടന്മാർ നമ്മളോട് ഇടപെടുന്ന ഒരു രീതിയും ഒക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ വരാൻ തോന്നും. നല്ല രീതിയിലുള്ള ഇടപെടൽ കാര്യങ്ങളാണ്. ചെറിയൊരു സ്പേസ് ആണ്, ഉള്ളിലേക്ക് കയറുമ്പോൾ അധികം സ്പേസ് ഇല്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ചൊന്ന് കാത്തിക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ തന്നെ കുറേ പേര് നമ്മൾ പുറകിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിലുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് ഐറ്റംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് സൈഡ് ഐറ്റംസ് ഉണ്ട്, പൊരിച്ചതും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. ഞങ്ങളാണെങ്കിൽ സ്രാവ് മുളകിട്ടതും ചിക്കൻ വാഴ്സുമാണ് വാങ്ങിയത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സ്രാവ് മുളകിട്ടതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ വാഴ്സൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ ഫുഡ് കഴിക്കാൻ പോയാലും രണ്ടാമത് ചോറ് വാങ്ങാത്ത അക്ഷയ് രണ്ടാമത് ചോറൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. അതേപോലെ ആ ചോറിൽ പച്ചമോരൊക്കെ ഒഴിച്ച് ആ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു തണുപ്പും എൻ്റെ മോനെ ഏത് രസമറിയോ. അതേപോലെ അഭിഷേകൊക്കെ അത് മോരൊക്കെ അത് കയ്യിലൊക്കെ വെച്ച് കുടിക്കുന്ന സീനാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വടകര പാസ്പോർട്ട് ഓഫീസിൻ്റെ തൊട്ടടുത്ത് ഹോട്ടൽ ദേവു. വന്നില്ലേ വൻ നഷ്ടമായി പോവുമായിരുന്നു. അപ്പോൾ എന്തായാലും വടകരയുള്ള ഒരു ഹോട്ടൽ ദേവു വിസിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.